വ്യാപനത്തിന് പിന്നാലെ നമ്മുടെ ജീവിതചര്യകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാസ്ക് മാറിക്കഴിഞ്ഞു. മാസ്ക് ഉപയോഗിക്കാത്തവരിൽ നിന്നും കനത്ത പിഴയാണ് ഈടാക്കി വരുന്നത്. UAE-യിൽ 1000 തുടങ്ങി 60,000 ദിർഹം വരെയാണ് പിഴയായി ഈടാക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ രൂപ അനുസരിച്ച് ലക്ഷങ്ങളാണ് ഈടാക്കുന്നതെന്ന് സാരം. ആ ഒരു അവസ്ഥയിൽ മാസ്ക് എത്രത്തോളം മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴിതാ മാസ്കുകൾ മോഷ്ടിച്ചു വിറ്റ കുറ്റത്തിന് അറസ്റ്റിലായ ഇന്ത്യക്കാരന് ദുബായിൽ 1 വർഷം ജയിൽ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. വെയർഹൌസ് സൂക്ഷിപ്പുകാരനായി ജോലി ചെയ്തിരുന്ന ഇയാൾ 8400 ദിർഹം വില വരുന്ന മാസ്കുകൾ മോഷ്ടിച്ചു വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങുകയായിരുന്നു. ജയിൽ ശിക്ഷയ്ക്ക് പുറമെ 8400 ദിർഹം പിഴയും അടയ്ക്കേണ്ടതുണ്ട്. 43-കാരനായ പ്രതിയെ ശിക്ഷ അനുഭവിച്ച ശേഷം UAE-യിൽ നിന്ന് നാട് കടത്തണമെന്നും കോടതി ഉത്തരവിടുകയുണ്ടായി. മെയ് 31-നും ജൂൺ 11-നും ഇടയ്ക്കുള്ള സമയത്താണ് മോഷണം നടന്നതെന്ന് പ്രോസിക്യൂഷൻ രേഖകൾ വ്യക്തമാക്കുന്നു. അൽറഫ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മെഡിക്കൽ സപ്ലൈസ് വെയർഹൌസ് സൂക്ഷിപ്പുകാരനായിരുന്ന പ്രതി മാസ്കുകൾ വിൽപ്പന നടത്താനായി ഒരു മെഡിക്കൽ സപ്ലൈസ് കമ്പനിയെ ബന്ധപ്പെടുകയായിരുന്നു. 28 ബോക്സ് മാസ്കുകൾ 8400 ദിർഹത്തിന് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. മെഡിക്കൽ സപ്ലൈസ് കമ്പനിയുടെ ഉടമകളിലൊരാളായ ഫിലിപ്പൈൻ സ്വദേശിനിയെയാണ് പ്രതി ബന്ധപ്പെട്ടത്. DHA വെയർഹൌസ് ജീവനക്കാരനാണെന്ന് മനസ്സിലാക്കിയതോടെ ഫിലിപ്പൈൻ സ്വദേശിനി തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് അറിയിച്ച ശേഷം പ്രതിയുടെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഇടപാടിന് തയ്യാറാണെന്ന് പ്രതിയെ അറിയിക്കാനായിരുന്നു മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം. പ്രതിക്ക് നൽകാനായി ദുബായ് പോലീസ് 8400 ദിർഹം ഫിലിപ്പൈൻ സ്വദേശിനിക്ക് കൈമാറി. ജൂൺ 11-ന് പണം കൈപ്പറ്റി മാസ്ക് വിൽപ്പന നടത്തിയപ്പോൾ പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ചുമതലയായിരുന്നു പ്രതിക്ക് ഉണ്ടായിരുന്നതെന്നും വെയർഹൌസിന്റെ ഒരു താക്കോൽ ഇയാൾക്ക് നൽകിയിരുന്നെന്നും സൂപ്പർവൈസർ മൊഴി നൽകി. 2010 സെപ്റ്റംബർ മുതൽ ഇവിടെ ജോലി ചെയ്യുന്ന ഇയാൾ 8400 ദിർഹത്തിന്റെ മാസ്കുകൾക്ക് വേണ്ടി ജോലി ദുരുപയോഗം ചെയ്യുമെന്ന് കരുതിയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.